السلام عليكم ورحمة الله وبركاته. طالع البدر علينا من ثنيات الوداع واجب الشكر علينا ما داع لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. ഈ ബൈത്ത് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക. ഇത് പൂരിപ്പിക്കാനുണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ രണ്ടാമത്തത് യഖീല ജുനൈദുൻ എന്ന പാഠമാണ്. യഖീല ജുനൈദുൻ എന്ന പാഠത്തിൽ യഖീലയുണ്ട്, പിന്നെ അതുപോലെ തന്നെ അഹിയാനിയുണ്ട്, അമാത്തനിയുണ്ട്, കാലയുണ്ട്, ജലസയുണ്ട്, ദഖല, ഇതുപോലെ വേർഡുകളുണ്ട്. ഇത് മാദിയായ ഫെയിലാണ്. ഈ പാഠത്തിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ടാവും, മാദി മഅറൂഫ് എന്നാണ്. അപ്പോൾ ഈ പാഠത്തിൽ തന്നെ മാദിയുണ്ട്, മുലാരിയുണ്ട്. ഖറഅ മാദിയാണ്. അപ്പം ഖറഅയെ, മാദിയായ ഖറഅയെ മുലാരിയാക്കണമെങ്കിൽ യഖ്റഉ യാ കൊടുക്കുക. അപ്പോൾ അതായത് ആദ്യത്തെ ഖാഫ് എന്നുള്ളത് അല്ലെങ്കിൽ ജലസലെ ജാ എന്നുള്ളത് രണ്ടാമത് വരും. അപ്പോൾ അതിന് മുമ്പ് ഒരു യാ കൊടുക്കുക, യഖ്റഉ. അപ്പോൾ മാദി മുലാരിയാക്കാൻ പറയും. അതുപോലെ തന്നെ അബദ യഅബുദു, അബദ യഅബുദു, ഖാല യഖൂലു, അമാത യുമീതു, യാ ഉണ്ടാവും ആദ്യം. അഹ്യ യുഹ്യി, ആദ യുഈദു, യഊദു, ആദ യഊദു എന്നിങ്ങനെ വരും. അപ്പം മാദിയും മുലാരിയും ഇത് മുഫ്രദായ വേടാണ്, ഒറ്റയ്ക്കുള്ള വേടാണ്. ഖറഅ എന്ന് പറഞ്ഞാൽ ഒരാൾ ഓതി എന്നാണ്. അപ്പോൾ അതുപോലെ മാദി ആയതുകൊണ്ട് ഓതി. യഖ്റഉ മുലാരിയാണ്, ഓതും, ഒരാൾ ഓതും. ഇവിടെ ഒരാളാണ് മുഫ്രദ്, ഒരാളിന് മുഫ്രദ് എന്നാണ് പറയുക. മുഫ്രദാണ്, പിന്നെ മുദക്കറാണ്, ആണാണ്. അപ്പോൾ ആണിന് മുദക്കറെന്നും, അപ്പം മുഫ്രദ് മുദക്കറാണ്. അപ്പം ഖറഅ എന്നുള്ളത് മുഫ്രദ് മുദക്കർ മാദിയാണ്. രണ്ടാമത്തത് മുലാരി ആണെങ്കിലോ മുഫ്രദ് മുദക്കർ മുലാരി എന്ന് പറയും. അതാണ് ഈ ഒന്നാമത്തെ പാഠത്തിലുള്ളത്. രണ്ടാമത്തെ പാഠത്തിലുള്ളത്. മൂന്നാമത്തെ പാഠത്തിൽ ഈ മുഫ്രദായ നേരത്തെ പറഞ്ഞ ഖറഅ എന്നുള്ളത് യഖ്റ എന്നുള്ളതിനെയൊക്കെ രണ്ട് പേരാക്കലാണ്. ഖറഅ എന്ന ഒരാൾ ഓതി എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഖറഅ എന്ന് രണ്ട് പേരാക്കി. അതുപോലെ യഖ്റഉ ഒരാൾ ഓതും എന്നുള്ളത് ഇവർ രണ്ട് പേര് ഓതും, യഖ്റആനി എന്ന് പറഞ്ഞു. അപ്പം മാദി ആണെങ്കിൽ ഖറജ എന്നും, മുലാരി ആണെങ്കിൽ യഖ്റുജാനി എന്ന്, ജാനി എന്ന അവസാനം വരും. അവർ രണ്ടുപേരെ കുറിക്കുന്നതാണ്. മാദി ആകുമ്പം വസല, ബസ്മല, രണ്ടുപേര് ബിസ്മി ഓതി. വസല രണ്ടുപേര് കഴുകി. ഖറജ രണ്ടുപേര് പുറപ്പെട്ടു. മളമള രണ്ടുപേര് വായു ഒപ്പിളിച്ചു. വസ്തൻഷക രണ്ടുപേര് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. വസല പിന്നെ മസഹ രണ്ടുപേര് തടകി. യുഖല്ലിലാനി കൈ കോർത്ത് കഴുകി, രണ്ടുപേര് കഴുകും എന്നാണ്. യർഫആനി രണ്ടുപേര് ഉയർത്തും എന്നാണ്. അപ്പം യദ്ഉവാനി രണ്ടുപേര് ദുആ, അവർ രണ്ടുപേര് ദുആ ചെയ്യും. അപ്പം മുഫ്രദാണ്